നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന യൂട്യൂബ് ഇല്ലാത്തൊരു കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റയിൽ റീല് കാണുന്ന ഇൻസ്റ്റാഗ്രാം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചിട്ട്? അതെ, ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു കാലഘട്ടം വരാൻ പോകുന്നുള്ള ശ്രുതി വരക്കുന്നുണ്ട്. 2025 ഒരു പക്ഷേ ഇൻ്റർനെറ്റ് ഉണ്ടായേക്കില്ല. എങ്ങനെയായിരിക്കും ഒരു കാലഘട്ടം, അല്ലെങ്കിൽ എന്താണ് അതിനുള്ള കാരണം? അറിയാം ഈ ഒരു വീഡിയോയിലൂടെ. സൂര്യനിൽ നിന്നുള്ള സോളാർ റേഡിയേഷൻ ഓരോ ദിവസവും ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. അതിൽ നിന്ന് ആ സോളാർ റേഡിയേഷനിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. പക്ഷേ 2025 ആകുമ്പോഴേക്കും ആ സോളാർ റേഡിയേഷൻ അതിൻ്റെ മാക്സിമത്തിലെത്തുകയും എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് താങ്ങാൻ കഴിയുന്നതിലധികം എന്ത് ചെയ്യാണ് സോളാർ റേഡിയേഷൻ ഭൂമിയിലേക്ക് എത്തുകയും ചെയ്യും. ഈ സോളാർ റേഡിയേഷൻ ഭൂമിയിലേക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സാറ്റലൈറ്റ്സിന് എന്ത് ചെയ്യും, സ്വാധീനിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പല ശാസ്ത്രജ്ഞരും പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്ന, ആ വീഡിയോ കാണാൻ നമ്മളെ സഹായിക്കുന്ന ഇൻ്റർനെറ്റ് ഒരുപക്ഷെ ഇല്ലാതായേക്കാം. കാരണം 2025 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഭൂമിയിലേക്ക് എത്തുന്ന സോളാർ റേഡിയേഷൻ അതിൻ്റെ ഏറ്റവും മാക്സിമം, അതിന് വിളിക്കുന്ന പേരാണെന്ത്, സോളാർ മാക്സിമം. ആ സോളാർ മാക്സിമത്തിൻ്റെ സമയത്ത് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള സോളാർ റേഡിയേഷൻ വളരെയധികം കൂടുകയും ഭൂമിയിലേക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സാറ്റലൈറ്റ്സിൻ്റെ ഒരു പ്രവർത്തനത്തെ തന്നെ നിലപ്പിക്കുകയും സാറ്റലൈറ്റ് വർക്ക് ചെയ്യാതാവുകയും ചെയ്യുന്നൊരു അവസ്ഥ വന്നേക്കാം. അങ്ങനെ വന്നാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് കിട്ടാതായേക്കാം. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ച് പോവുകയാണ്, ഈ ഇൻ്റർനെറ്റ് കിട്ടാത്ത കാലഘട്ടം നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മളിപ്പോൾ ഈവൻ നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്ന ഇൻ്റർനെറ്റിലൂടെയാണ്. നമ്മൾ പലതിനും നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു കാലഘട്ടം നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമോ? നിങ്ങളുടെ തോട്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് സോളാർ മാക്സിമം ആണ്, ഇതേപോലെ സോളാർ മിനിമം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സോളാർ മാക്സിമം ഇതിന് മുമ്പ് വന്നത് ഏകദേശം ഒരു 300 കൊല്ലങ്ങൾക്ക് മുമ്പ് ആണെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ സാറ്റലൈറ്റ്സും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഭൂമിയെ എഫക്റ്റ് ചെയ്തിരുന്നില്ല. എന്നാൽ 1980കളിൽ സോളാർ മാക്സിമത്തിൻ്റെ ഒരു പകുതി അവസ്ഥയിൽ വരുന്ന ഒരു സോളാർ റേഡിയേഷൻ ഭൂമിയിലേക്ക് എത്തുകയും അന്ന് അമേരിക്കയിലുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പവർ ഗ്രിഡിനെ എഫക്റ്റ് ചെയ്യുകയും അമേരിക്കയിലെ കറണ്ട് ആകെ മൊത്തം താറുമാറാവുകയും ചെയ്തിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരവസ്ഥ 1980കളിൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രജ്ഞർ 2025 വരുന്ന സോളാർ മാക്സിമത്തെ പേടിക്കുന്നത്. അതായത് സാറ്റലൈറ്റുകളുടെ പ്രവർത്തനം നിന്നേക്കാം, ഈവൻ കറണ്ട് കിട്ടാതായേക്കാം, അങ്ങനത്തെ പല അഭ്യൂഹങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പരക്കുന്നുണ്ടെങ്കിലും ചില ശാസ്ത്രജ്ഞർ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. കാത്തിരുന്ന് കാണാം 2025 ജൂലൈയിൽ സോളാർ മാക്സിമം നമ്മുടെ ഭൂമിയിലേക്ക് എത്തിയാൽ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടാതാവുമോ ഇല്ലയോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെയും ജീവിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ലാതായാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യം, നിങ്ങളുടെ തോട്ട്സൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അത് മാത്രം ചെയ്താൽ പോരാ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ അതും ഒന്ന് നന്നായിരിക്കും. സോ ഇതുപോലത്തെ കണ്ടൻറ്റ്, അതായത് ഇതേപോലുള്ള ത്രെഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയച്ച് ഈ ഒരു വീഡിയോ ചെയ്താൽ നന്നാവും എന്നൊരു മെസ്സേജ് അയച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടന്റ് എനിക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതൊരു വീഡിയോ ആക്കി ചെയ്യാമായിരുന്നു. സോ കാണാം. സോളാർ മാക്സിമം 2025 നമ്മളതിൽ സർവൈവ് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മളതിൽ കുടുങ്ങിപ്പോവോ, നമ്മൾ നെറ്റ് കിട്ടാത്തൊരു കാലത്തിലേക്ക് നീങ്ങുമോ? കാത്തിരുന്ന് കാണാം.